കാണുമ്പോൾ തന്നെ വാട്ട് ഡസ് ഇറ്റ് ടെൽ യു? ഇതെന്ത് പറയുന്നു അല്ലെ? ഈ ചിത്രം കാണുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. ചിലർക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ചിലർക്ക് തോന്നും ഇതായിരുന്നു എന്റെ അവസ്ഥ. സ്വന്തം തല ഉന്തുവണ്ടിയിൽ വെച്ച് സ്വയം ജീവിതം വലിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വലിയ വെയിറ്റ് തലയ്ക്ക്. കാരണം നമ്മുടെ ചിന്തകളാണ് ഈ തല നിറയെ. ഓരോ ദിവസവും പത്രം എടുത്തു നോക്കുമ്പോൾ, ഇന്നത്തെ കാലത്ത് പത്രം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി വന്നുകൊണ്ടേയിരിക്കും. ആത്മഹത്യകൾ, അതും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ആത്മഹത്യകൾ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. കേരളം ശരിക്കും ആത്മഹത്യയിൽ ലോക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ടൈം മാഗസീൻ വർഷങ്ങൾക്ക് മുൻപ് മുഖപ്രസംഗം എഴുതിയിരുന്നു. കേരള ദ സൂയിസൈഡ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നായിരുന്നു ടൈറ്റിൽ. അപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ജീവിതം അവസാനിപ്പിക്കാൻ കാരണമെന്താ? അവരുടെ തല ഇങ്ങനെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ അവരെത്തുകയാണ്. നമുക്ക് പരിശോധിക്കണം. ഓവർ തിങ്കിങ്. ഞാനും ഈ അവസ്ഥയിലാണോ? നിരന്തരം ഇടിമിന്നല തലയ്ക്കകത്ത്. അസ്വസ്ഥമാണ്. ഉറങ്ങാനും പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. തലയിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. സെനക്ക പറഞ്ഞതാണ്, വി സഫർ മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. നമ്മൾ സഫർ ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങളും നമ്മുടെ മനസ്സില, ഇമാജിനേഷനില്ല. റിയാലിറ്റി വ്യത്യസ്തമാണ്. മനോഹരമായി ഈ ചിത്രം അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റി എന്ന ബലൂൺ തീരെ ചെറുതാണ്. അതിനെ നമ്മൾ ഇമാജിനേഷൻ കൊണ്ട് ഊതി വീർപ്പിച്ച് വലുതാക്കി മാറ്റും. എന്നെക്കാളും എത്രയോ വലുതായി മാറുകയാണ് ഇമാജിനേഷനിൽ കൂടി എന്റെ ഫിയർ, എന്റെ പേടി. ശരിക്കും ചെറിയ കാര്യമേ ഉള്ളൂ. ഇമാജിനേഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ അതിഭീകരമാണ്. റിസൾട്ട് എന്താ? തലയിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. നിരന്തരം തല പുകയുകയാണ്. നമ്മൾ താമസിക്കുന്ന മുറിയിൽ പുകയ്ക്കുന്ന കരിന്തിരി പോലെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ആ മുറി നിറയെ പുകയായിരിക്കും. അവിടെ ജീവിക്കാൻ അസ്വസ്ഥമായിരിക്കും. അപ്പോൾ നിരന്തരം തല പുകയുന്ന ആളുകൾ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എന്തുമാത്രം അസ്വസ്ഥമായിരിക്കാം. ചിന്തകൾ കൊണ്ടിങ്ങനെ പുകഞ്ഞ് വരാനിരിക്കുന്നതിനെ പറ്റിയായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. അങ്ങനെ പുകയ്ക്കുകയാണ്. ടു മെനി തോട്ട്സ്. ചില എക്സാമ്പിളുകൾ കൂടി കടന്നു പോവുകയാണ്, ഓടിച്ച് കാണാൻ പോവുകയാണ്. ഇതെല്ലാം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഒന്ന്, സ്റ്റോം ഇൻ എ ടിക്കപ്പ് അവസ്ഥ ഫീൽ ചെയ്യാറുണ്ടോ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അവസ്ഥയാണ്. ചെറിയ കാര്യമാണ്, അതിനെ കൊടുങ്കാറ്റാക്കി മാറ്റുകയാണ്. അവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കണം, ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ ചിന്തകളാണ്. ചായക്കോപ്പയിലെ ഈ ചെറിയ ചൂടിനെ കൊടുങ്കാറ്റും ഇടിമിന്നലുമാക്കി മാറ്റുന്നത് ഞാൻ തന്നെയാണ്. എന്നിപ്പോ കേൾക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും ആദ്യമായിട്ടൊക്കെ സെഷൻ കൂടുന്നവര്, ഇതിനു മുൻപ് ഈ സെഷൻ എടുത്ത് 46 ദിവസങ്ങൾക്ക് മുൻപാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒത്തിരി പേരുണ്ട്. ഈ അവസ്ഥയുണ്ട് എങ്കിൽ തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ മെഡിറ്റേഷൻ പോകുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ഡു യു ഷൂട്ട് ബട്ടർഫ്ലൈസ് വിത്ത് എ റൈഫിൾ? നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഏതാനും പൂമ്പാറ്റകൾ പ്രവേശിച്ചു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട പൂക്കളുണ്ട് പൂന്തോട്ടത്തിൽ. ആ പൂക്കളെ നശിപ്പിക്കാനിതാ ഭീകരജീവികൾ വന്നിരിക്കുന്നേ, ഓടിവായോ തോക്കുമെടുത്ത് എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ആൻഡ് ഡു യു ഷൂട്ട് ബട്ടർഫ്ലൈസ് വിത്ത് റൈഫിൾസ്? പൂമ്പാറ്റകളെ ഓടിക്കാൻ, വെടിവെച്ചു കൊല്ലാൻ തോക്കെടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ചെറിയ ചെറിയ കാര്യങ്ങളെ ഭീകരമായി നേരിടുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇത് പല വീടുകളിലും പല ഓഫീസുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളും വലിയ പ്രശ്നമാക്കി മാറ്റുക. സെയിം വേ,
ഡു യു മേക്ക് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ? ദ മോൾ ഹിൽ ചെറിയൊരു മൺകൂന എന്ന് പോലും പറഞ്ഞുകൂടാ. മുറ്റത്ത് ചെറു ജീവികൾ ചില ദിവസങ്ങളിൽ കുറച്ച് മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. മോൾ എന്ന് പറയുന്ന ചെറിയൊരു ജീവിയുണ്ട്. അപ്പം ചെറിയ ചിലപ്പോ ഒരു മൺകൂനയ്ക്ക് ഒരു 3 ഇഞ്ച് ഹൈറ്റ് കാണുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മുറ്റമടിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരെ ഓടിവായോ, എന്റെ വീടിന്റെ മുൻപിൽ ഇതാ ഒരു വലിയ പർവ്വതമുണ്ടായിരിക്കുന്നു. പർവ്വതമാക്കി മാറ്റുകയാണ്, പർവ്വതീകരിക്കുകയാണ്. ആരെ ഉത്തരവാദി? എന്റെ ഇമാജിനേഷന് ഞാൻ തന്നെയാണ്. എന്തുമാത്രം ആളുകൾ സഫർ ചെയ്യുകയാണ്. ഡു യു മേക്ക് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ? യു ആർ ക്രിയേറ്റിംഗ് ഇറ്റ്. ആൻഡ് ഡു യു ഡ്രൗൺ യുവർ സെൽഫ് ഇൻ എ സ്പൂൺ ഓഫ് വാട്ടർ? ഒരു സ്പൂൺ വെള്ളം മതി ചിലർക്ക് മുങ്ങി മരിക്കാൻ. അത് മൂക്കിന്റെ ചോട്ടിൽ വെക്കണമെന്നേയുള്ളൂ. എന്നിട്ട് മൂക്കിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ വെള്ളം മൂക്കിൽ കൂടി കയറും. ഇതാ ഞാൻ മുങ്ങിമരിക്കുന്നേ, മുങ്ങിമരിക്കുന്നേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുങ്ങിമരിക്കുന്നവർ നമ്മുടെ മൈൻഡ് പ്ലസിലുണ്ടോ? തിരിച്ചറിയുക, നടപടികൾ എടുക്കണം. ഇല്ല എങ്കിൽ ജീവിതം അസ്വസ്ഥമായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും പുതിയ പാർട്ടിസിപ്പൻസ് ഈ അസ്വസ്ഥത ഉള്ളവർ പരിശോധിക്കണം. നിങ്ങൾ നിരന്തരം ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരന്തരം അസ്വസ്ഥമാണോ എങ്കിൽ ഒരു ഓവർ തിങ്കിങ്ങിന്റെ സാധ്യതയുണ്ട്. അത് നിങ്ങളെ പറ്റിയാകാം, നിങ്ങളുടെ വീട്ടിലുള്ള ചില വ്യക്തികളെ പറ്റിയാകാം. അങ്ങനെ എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ ചില നടപടികൾ, അവരെവിടേക്ക് പോയി, അവരെപ്പോൾ വരുന്നു, അവരെന്താ ലേറ്റ് ആയത്, അവരെന്തിനാ ഇപ്പൊ അങ്ങ് പോയത്, കുട്ടികളാണെങ്കിൽ എക്സാമിനേഷന് ജയിക്കുമോ, തോറ്റാൽ എന്ത് ചെയ്യും, അങ്ങനെ വറീഡാവും. ഡു യു ഹാവ് ദിസ് ബിഹേവിയർ? നടപടികൾ ഒന്ന് അക്നോളജ്. എനിക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം മൈൻഡ് പ്ലസിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അംഗീകരിക്കാത്ത ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റില്ല. പറയണം, എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഐ ആം സഫറിങ്. ഓക്കെ, അപ്പോൾ ഇത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ രോഗി പറയണം, അസുഖം പറയണം, എനിക്കൊരു അസ്വസ്ഥതയുണ്ട്, ഐ ഹാവ് എ പെയിൻ, ഐ നീഡ് ഹെൽപ്പ്. ഇത് പറയാത്ത ഒരു രോഗിയെ ഡോക്ടർമാർക്ക് പിടിച്ചുകൊണ്ടുവന്ന് ചികിത്സിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ മൈൻഡ് പ്ലസ് സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. എനിക്കിങ്ങനെ ഉണ്ട് എങ്കിൽ എനിക്കിങ്ങനെയുണ്ട്, ഉണ്ട്, അതങ്ങ് അംഗീകരിക്കുക. അപ്പോൾ ആണ് സ്റ്റെപ്പ് നമ്പർ 1, become aware. നമ്പർ 2, കീപ് ദ ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിങ്. എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവിങ്ങിൽ ഫോക്കസ് ചെയ്യണം. അല്ലാതെ പ്രോബ്ലത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുന്നതും പ്രോബ്ലം സോൾവിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ കാണുന്ന പ്രോബ്ലത്തിൽ ഫോക്കസ് ആണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ. കാരണം എങ്കിലല്ലേ നാട്ടിൽ ഇങ്ങനെ നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ലൈവായിട്ട് നിൽക്കാൻ സാധിക്കും. പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ രാഷ്ട്രീയക്കാരനെ കേൾക്കുന്നവരുണ്ട്, ക്ഷമിക്കണേ, ഒരു മുൻകൂർ ജാമ്യം പറയുകയാണ്. കാരണം അവരുടെ വില എപ്പോഴും പ്രോബ്ലത്തിൽ ഇങ്ങനെ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കും. മൈൻഡ് പ്ലസ് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിങ്. പ്രശ്നമുണ്ടോ, സോൾവ് ചെയ്യാം. പ്രോബ്ലത്തിൽ നിന്ന് ഔട്ട്കം മീൻസ് സൊല്യൂഷനിലേക്ക് ചിന്തിക്കണം. 3, ചലഞ്ച് യുവർ തോട്ട്സ്. നിങ്ങൾക്കൊരു ഓവർ തിങ്കിങ് നിരന്തരമുണ്ട് എന്ന് വിചാരിക്കുക, അതെന്തുമാകട്ടെ, എന്ത് ചെയ്യണം? എവിഡൻസ് എവിടെ എന്ന് ചോദിക്കണം. ചിലർക്കുണ്ട് സ്വന്തം രോഗമുണ്ടോ, ചെറിയ രോഗം വലിയ രോഗമായിട്ട് മാറുമോ, എനിക്ക് രോഗം വരുമോ? ആർക്ക് വേണമെങ്കിലും ഏത് രോഗവും ക്ഷണിച്ചു വരുത്താം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ രോഗത്തെ പറ്റി മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ആ രോഗത്തെ പറ്റി അമിതമായ ഉത്കണ്ഠയിൽ നിരന്തരം പരിശോധനകൾ നടത്തുകയും ഗൂഗിൾ സെർച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഏതാനും നാൾ കഴിയുമ്പോൾ അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കാരണം ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിന്റെ സൃഷ്ടികളാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധങ്ങൾ വഷളാക്കാം. നിങ്ങൾ വേറൊരാൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ നിരന്തരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അത് അങ്ങനെ തന്നെ സംഭവിച്ചോളും. ഇതിന്റെയൊക്കെ ഉത്തരവാദി അവരല്ല, നിങ്ങളുടെ തിങ്കിങ്ങിലാ ഉള്ളത് മുഴുവൻ. അപ്പോൾ എവിഡൻസ് എവിടെയെന്ന് ചോദിച്ചേ, എവിടെ തെളിവ്?
ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വിട്ടേ ആ ഓവർ തിങ്കിങ്ങിനെ. ആൻഡ് നാലാമത്തെ, ലേൺ മൈൻഡ്ഫുൾനെസ് സ്കിൽസ്. മൈൻഡ് പ്ലസിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു തീമാണ്. ധാരാളം നമ്മുടെ മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. മൈൻഡ്ഫുൾനെസ് സ്കിൽസിൽ എവിടെയാ? ഇന്നലകളിലേക്കും പോകുന്നില്ല, നാളുകളിലേക്കും പോകുന്നില്ല. ഹിയർ ആൻഡ് നൗ, അവയർനെസ്സിൽ നിൽക്കുകയാണ്. ഹിയർ ആൻഡ് നൗ. എത്ര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ആ ഹിയർ ആൻഡ് നൗവിൽ ആയിരിക്കാൻ സാധിക്കുമ്പോൾ. ബ്യൂട്ടിഫുൾ ഫീലിംഗ്. കൂടെ ലേറ്റ് ആകാതെ മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് കിട്ടുമായിരിക്കും. ഇനി അതോ കിട്ടാത്തവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത്, ചേഞ്ച് ദ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് TV ചാനൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് റിമോട്ട് ഉണ്ട്, നിങ്ങൾക്ക് ചാനൽ ചേഞ്ച് ചെയ്യാം. സെയിം വേ നിങ്ങളുടെ ചിന്തകളുടെ ഒരു ചാനലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് മാറ്റിക്കോളൂ. ഇപ്പൊ തന്നെ മാറ്റിക്കോളൂ. ടക്ക് അങ്ങ് ചേഞ്ച് ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളത് പാട്ടും ഡാൻസുമാണ്. സെലക്ട് ചെയ്ത പാട്ട്, ഡാൻസ്, അടിപൊളി പാട്ട്, അങ്ങനെ ചേഞ്ച്. ചിന്ത മാറ്റിക്കൊടുക്ക്. ഇപ്പോൾ തന്നെ ഡു സംതിങ് എൽസ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥമുണ്ടാക്കുന്നുണ്ടോ? ഡു സംതിങ് എൽസ്. മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങുക, ചെടികൾ കുറച്ച് വെള്ളമൊഴിക്കുക, വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ ഒന്ന് ആലോചിക്കുക, ഇഷ്ടപ്പെട്ട ആരോടെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ വീട്ടിലേക്ക് ഒന്ന് പോവുക. ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ടാകണം. പ്രത്യേകിച്ചും ഈ എക്സസ് തോട്ട്സ് വരുന്ന ആളുകൾ അറിയാതെ എവിടെയെങ്കിലും ഇരുന്നു പോകും, അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് അടഞ്ഞു പോകും. പുറത്തിറങ്ങണം. ഫിസിക്കൽ മൂവ്മെന്റ് ആവശ്യമാണ് ഈ കൂട്ടർക്ക്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേഞ്ച് ദ ചാനൽ. ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണം. ഇവിടെയാണ് പാട്ട് പഠിക്കുക, പെയിന്റിങ് പഠിക്കുക, സ്റ്റിച്ചിങ് പഠിക്കുക, ഡ്രൈവിംഗ് പഠിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ഒത്തിരി നമ്മുടെ മൈൻഡ് പ്ലസ് പാർട്ടിസിപ്പൻസ് ഇതേവരെ ചെയ്യാത്ത പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. മൈൻഡ് പ്ലസിൽ തന്നെയുണ്ട് പഠിപ്പിക്കുന്ന നല്ല ഗുരുക്കന്മാർ. അപ്പോൾ ഡാൻസ് പഠിക്കും, എന്തെങ്കിലുമൊക്കെ ചില ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം. ആറാമത്തെ ടെക്നിക്ക്, നല്ല ടെക്നിക്കാണ്, സെറ്റ് എ ടൈമർ. ഓവർ തിങ്കിങ് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. സ്വയം പറയണം, ഞാനിതാ നിനക്ക്, മീൻസ് എനിക്ക്, എന്റെ ഇമാജിനേഷന് 15 സെക്കൻഡ് തന്നിരിക്കുന്നു, ഓവർ തിങ്കിങ് ചെയ്തോളൂ. പെർമിഷൻ കൊടുക്കുക. എന്റെ കുട്ടിക്ക് എന്ത് സംഭവിക്കും ഒരു ചിന്ത വരിക. ഓവർ തിങ്കിങ്ങുള്ള ആളുകൾ എന്ത് ചെയ്യും? 4 മണിക്ക് വീട്ടിലെത്തേണ്ട കുട്ടി കൃത്യം 4 മണിക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഓവർ തിങ്കിങ്ങിൽ കൂടി പലവിധ അപകടങ്ങൾ ഉണ്ടാക്കിയിടും. അങ്ങനെ 3 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടി വരും. നേരത്തേക്കും മനസ്സിൽ ഒത്തിരി ഡാമേജുകൾ ഈ വ്യക്തി വരുത്തിയിട്ടുമുണ്ടാവും. അപ്പോൾ ഓവർ തിങ്കിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ടൈം, എൻഡ് ചെയ്യാൻ ഒരു ടൈം എന്നൊരു പറയാം. സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. നിങ്ങൾ ചെയ്തു നോക്കിയോളൂ. ഓവർ തിങ്കിങ് അവിടെ നിൽക്കും. പെർമിഷൻ കൊടുത്താൽ പിന്നെ ഓവർ തിങ്കിങ്ങിന് താല്പര്യമില്ല. അതങ്ങനെയാണ്. 10 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ്. ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ? തിങ്കിങ് നിങ്ങളുടെ കൺട്രോളിൽ ആണ് എന്ന് നിങ്ങൾ മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതികളിൽ ഈ അപകടകരമായ ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. എന്ത് ചെയ്യും കൂടി ചെയ്യണം? നിങ്ങൾ, ഈ അസ്വസ്ഥതയുള്ള ഒത്തിരി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരാളെ എങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തു ഇതിൽ നിന്ന് പുറത്തു വരാനായി. ഒറ്റൊരാളെ. എന്തുമാത്രം ആളുകൾ നമ്മുടെ വെറുതെ അറിയാം, നിങ്ങൾക്ക് ഇന്നലെ കണ്ടുപിടിക്കാം. ധാരാളം ആള്, വിദ്യാർത്ഥികൾ അടക്കമുണ്ട്. അപ്പോൾ നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗിലേക്ക് നീങ്ങാം.